പ്രേം നസീർ മുതൽ നയൻതാര വരെ മലയാളത്തിലെ ഈ താരങ്ങൾ അവരുടെ യഥാർത്ഥ പേരുകൾ മാറ്റി ആകർഷകമായ സ്ക്രീൻ നാമങ്ങൾ സ്വീകരിക്കുകയായിരുന്നു. അത്തരത്തിൽ സിനിമയിലെത്തിയതിനു ശേഷം ജന്മനാമം മാറ്റിയ മലയാളത്തിലെ താരങ്ങളെ പരിചയപ്പെട്ടാലോ? ലാൽ. തെന്നിന്ത്യൻ ചലച്ചിത്ര നടനും തിരക്കഥാകൃത്തും സംവിധായകനും നിർമ്മാതാവുമായ ലാലിൻ്റെ യഥാർത്ഥ പേര് MP മൈക്കിൾ എന്നാണ്. സിനിമയിലെത്തിയതോടെയാണ് മുഹമ്മദ് കുട്ടി ഇസ്മായിൽ മമ്മൂട്ടിയാവുന്നത്. മമ്മൂട്ടി എന്നത് താരത്തിൻ്റെ വിളിപ്പേരായിരുന്നു. നീണ്ട പേര് ഒഴിവാക്കാനാണ് തന്റെ പ്രിയപ്പെട്ടവർ വിളിക്കുന്ന മമ്മൂട്ടി എന്ന പേര് താരം സ്വീകരിച്ചത്. മലയാളത്തിന്റെ നിത്യഹരിത നായകനായ പ്രേം നസീർ തന്റെ കഥാപാത്രത്തിന്റെ പേരാണ് സ്വീകരിച്ചത്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമയായ വിശപ്പിന്റെ വിളിയിലെ കഥാപാത്രത്തിന്റെ പേരായിരുന്നു പ്രേം നസീർ. തിക്കുറിശിയാണ് ഈ പേര് നിർദ്ദേശിച്ചത്. അബ്ദുൽ ഖാദർ എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേര്. ഷീല. ക്ലാര എന്നാണ് ഷീലയുടെ യഥാർത്ഥ പേര്. സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചതിന് പിന്നാലെ താരം ഷീല എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു. ജയൻ. മലയാളികളുടെ ജ്വലിക്കുന്ന ഓർമ്മയാണ് നടൻ ജയൻ. കൃഷ്ണൻ നായർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. സിനിമയിലേക്ക് എത്തിയതോടെ ജയൻ എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു. ഉർവശി. മലയാളത്തിലെ ഇഷ്ട നായികയാണ് ഉർവശി. കവിത രഞ്ജിനി എന്നായിരുന്നു താരത്തിന്റെ യഥാർത്ഥ പേര്. ചില സംവിധായകരുടെ നിർദ്ദേശപ്രകാരമാണ് ഉർവശിയുടെ പേര് മാറ്റുന്നത്. നയൻതാര. മനസ്സിനക്കരയിലൂടെയാണ് നയൻതാര സിനിമയിലേക്ക് ചുവടുവെക്കുന്നത്. ചിത്രത്തിന്റെ സംവിധായകൻ സത്യൻ അന്തിക്കാടാണ് താരത്തിനോട് പേര് മാറ്റാൻ ആവശ്യപ്പെടുന്നത്. അങ്ങനെയാണ് ഡയാന മറിയം കുര്യൻ നയൻതാരയായത്. ഭാവന. നമ്മൾ എന്ന സിനിമയിലൂടെയാണ് ഭാവന അരങ്ങേറ്റം കുറിക്കുന്നത്. കാർത്തിക എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേര്. അതേ പേരിൽ മറ്റൊരു നടി ഉള്ളതിനാലാണ് പേര് മാറ്റാൻ താരം തീരുമാനിച്ചത്. നവ്യ നായർ. ധന്യ വീണ എന്നാണ് നവ്യയുടെ യഥാർത്ഥ പേര്. സിബി മലയിൽ പറഞ്ഞിട്ടാണ് താരം നവ്യ എന്ന പേര് സ്വീകരിച്ചത്. ധന്യ എന്നത് നടിക്ക് ചേർന്ന പേരല്ലെന്ന് അദ്ദേഹത്തിന് തോന്നുകയായിരുന്നു. പാർവതി. 80കളിലും 90കളിലും മലയാളത്തിൽ നിറഞ്ഞു നിന്നിരുന്ന താരമായിരുന്നു പാർവതി. അശ്വതി കുറുപ്പ് എന്നായിരുന്നു താരത്തിന്റെ യഥാർത്ഥ പേര്. നിരവധി സംവിധായകരുടെ നിർബന്ധത്തെ തുടർന്നാണ് പാർവതി എന്ന പേര് സ്വീകരിച്ചത്. സിനിമയിൽ നിന്ന് വിട്ടതോടെ തന്റെ യഥാർത്ഥ പേരിലേക്ക് താരം മടങ്ങുകയായിരുന്നു. രേവതി. ഒരു കാലത്ത് തെന്നിന്ത്യയിൽ തിളങ്ങി നിന്നിരുന്ന താരസുന്ദരിയാണ് രേവതി. ആശാ കുട്ടി എന്നായിരുന്നു താരത്തിന്റെ യഥാർത്ഥ പേര്. തെന്നിന്ത്യൻ നായികക്ക് ചേർന്ന പേരല്ല എന്ന് വിലയിരുത്തി ആദ്യ സിനിമയിലെ നിർമ്മാതാവായ പി ഭാരതി രാജയാണ് രേവതി എന്ന പേര് നിർദ്ദേശിക്കുന്നത്. മഹിമ നമ്പ്യാർ. സിനിമയിൽ വന്നതിനു ശേഷം താരം തന്റെ പേരായ മഹിമ എന്ന പേരിന്റെ കൂടെ നമ്പ്യാർ എന്ന് കൂട്ടിച്ചേർക്കുകയായിരുന്നു. പേരിൽ വാലുണ്ടെങ്കിലേ വളർച്ചയുണ്ടാകൂ, അല്ലാതെ ജാതിയും മതവുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് താരം തന്റെ പേര് മാറ്റിയതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ദിലീപ്. ഗോപാലകൃഷ്ണൻ പത്മനാഭൻ പിള്ള എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേര്. സിനിമയിലെത്തിയതിനു ശേഷം സംവിധായകന്റെ അഭിപ്രായപ്രകാരമാണ് പേര് മാറ്റുന്നത്. ഭാമ. നിവേദ്യം എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് എത്തിയ താരമാണ് ഭാമ. താരത്തിന്റെ യഥാർത്ഥ പേര് രേഖിത രാജേന്ദ്രക്കുറുപ്പ് എന്നാണ്. സണ്ണി വെയിൻ. സുജിത് ഉണ്ണികൃഷ്ണൻ എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേര്.